നമ്മുടെ റീ എൻട്രി ആയി വന്നിട്ടുള്ള പൂജ ജാസ്മിനോട് ഒരു ചോദ്യം ചോദിച്ച്, ജാസ്മിനെ നിനക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആദ്യം എന്താ നീ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അന്നേരം ജാസ്മിന് മറുപടി, ഞാൻ ഗബ്രിനെ വിളിക്കും. അപ്പൊ അന്നേരം പൂജ, ഗബ്രി ഓൾറെഡി ഫിനാലെ വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിലേക്ക് വരല്ലോ, അപ്പൊ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ജാസ്മിൻ ശരിയാണില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിക്കും. എന്നാൽ അവർക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും, അതൊക്കെ ഞാൻ കേട്ട് നിൽക്കും, തിരിച്ചൊന്നും പറയൂല. എന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ ഒരു കോംപ്രമൈസ് നടത്തുന്നുള്ളത്. ഇത് കേട്ട പൂജ, എന്നിട്ടോ? അപ്പൊ ജാസ്മിൻ, എന്നിട്ട് ഞാൻ അഫ്സലാക്കാനെ വിളിക്കും, എന്നിട്ട് എന്താണ് ഏതാണെന്ന് ചോദിക്കും. പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ടോപ്പ് 5 എത്തിയതിന്. പിന്നെ ഭയങ്കര സന്തോഷം കൊണ്ട് പുള്ളിക്കാരൻ ഇപ്പൊ തുള്ളിച്ചാടി നടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പൂജനോട് അറിയാണ്ട് ജാസ്മിൻ പറഞ്ഞു പോകുന്നുണ്ട്, പുറത്തന്നെ വലിച്ചു കീറാൻ വേണ്ടി തീപ്പന്തമായിട്ട് ജനങ്ങൾ കാത്തിരിക്കാന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 6 94ാമത്തെ എപ്പിസോഡ് അഥവാ 93ാമത്തെ ദിനം. ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ യമുനയും ഋഷിയും തമ്മിലുള്ള ഒരു സംസാരം കാണിച്ചുകൊണ്ടാണ്. ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മുടെ ജിൻഡപ്പനെ കുറിച്ചിട്ട്. നമ്മൾ തലാന്ന് കണ്ടോക്കാം. ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ ഇത് ഇങ്ങനെ മാറി മാറി വരികയല്ലേ ജിൻഡോന് ടെമ്പോ അറിയാം. ഞാൻ അതന്നെ എനിക്കും കൺഫ്യൂഷനാണ്. ജിൻഡോ ഗെയിമിന് വേണ്ടി മാറുകയാണോ? ഗെയിമിൽ അതെ, അത് സത്യം. പക്ഷെ അവസാനത്തേക്കൊക്കെ ആയപ്പോയേക്കും ഭയങ്കര മാറ്റമാണോ വന്നത്? ശരിക്കും പറഞ്ഞാൽ പഴയ ജിൻഡോനെ എവിടേക്കോ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഒന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ജിൻഡോ, പഴയ പോലുള്ള വീരൊന്നും ഇല്ലാത്ത പോലെ. എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവരും ഗെയിമും കണക്കാണ്, എല്ലാവരും ഇപ്പൊ ഭയങ്കര ബോറായി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ അവസരത്തിനൊത്ത് മാറാൻ ജിൻഡോനെ കഴിഞ്ഞിട്ടുള്ളല്ലോ ബാക്കിയുള്ള എല്ലാവരും, അതുകൊണ്ടാണല്ലോ ജിൻഡോന് ഇത്ര ഫാൻ ബേസ് ഉണ്ടായതും. ഇനി ഇത് കണ്ട് ഇതേ യമുന റാണി തന്നെ ജാസ്മിന്റെ അടുത്ത് പോയിട്ട് എന്തോ പറയുന്നുണ്ട്. നമ്മെന്തായാലും കണ്ടോക്കാം. അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ നല്ലൊരു മിടുക്കി കുട്ടിയാണ്. ജാസ്മിൻ ലൈഫിൽ ഇതൊന്നും അല്ല, ഒരുപാട് ദൂരം നല്ല രീതിയിൽ സഞ്ചരിക്കാനും എത്തിപ്പെടേണ്ട ഒരു കുട്ടിയാണ്. അതെ, കുറെ ദൂരം സഞ്ചരിക്കും, അത് യാതൊരു സംശയവും ഇല്ല. അല്ല, ജാസ്മിനെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്. ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. ഇത്രയും നെഗറ്റീവ് വന്നിട്ടും ബിഗ് ബോസ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും വീട്ടുകാരെ ഒരു വന്ന് പറഞ്ഞിട്ട് പോലും ഇന്നലെ അവർ എന്താണോ ചെയ്തത് അതിനിപ്പോഴും തുടർന്ന് പോകുന്നുണ്ടല്ലോ ജാസ്മിന്. അതിനുള്ള മിടുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ജാസ്മിൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് സ്വന്തം അപ്പം വന്ന് പറഞ്ഞാൽ ജാസ്മിൻ അത് മാറ്റൂല എന്നുള്ളതാണ്. അത് ജാസ്മിൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞ്. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ ഗബ്രിനോടുള്ള സ്നേഹം. സ്വന്തം ഉപ്പ വന്ന് ഗബ്രിന്റെ ഫോട്ടോ മാറ്റി വെച്ചപ്പോൾ മറ്റാൾ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, വായന്റെ ഇലയിൽ ഗബ്രി ജാസ്മിൻ എഴുതി വെച്ച് അത് സൂക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ജാസ്മിന്റെ അടുത്ത കളി അതിനെ മിടിക്കാണ് കേട്ടോ ജാസ്മിൻ. ബാക്കി കണ്ടോക്കാം. അതിങ്ങനെ ചെറിയ വളരെ എന്താ പറയാ, എനിക്ക് എന്റെ പ്രശ്നം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് ക്ലിയർ ആയിട്ട് വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയില്ല. ഞാൻ എന്നോട് സീരിയസ് ആയിട്ട് ചോദിക്കാം, എന്താണ് നിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതാണ് നിന്റെ പ്രശ്നം. നീ എന്താ പറയുന്നത്, നീ എന്താ പ്രവർത്തിക്കുന്നത്, നിനക്ക് തന്നെ ഒരു ബോധമില്ല. എന്നിട്ട് ആരെങ്കിലും അത് തിരുത്തി തരാൻ ശ്രമിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടുക, കടിച്ചു കീറാൻ വരിക, അവരെ മോശക്കാരായിട്ട് കാണുക. ഇതാണ് നിന്റെ പ്രശ്നം. നമ്മൾ ചെയ്യുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് വ്യക്തതയില്ലായ്മ വരും, ക്ലാരിറ്റി കുറവൊക്കെ വരും. അത് മനുഷ്യ സഹജമാണ്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നും നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവരെ ശത്രുക്കളായി കാണാനുള്ള നിന്റെ മനസ്സുണ്ടല്ലോ, അതാണ് വിനയായി മാറിയത്. നിന്റെ ചുറ്റുള്ളവരെ മൊത്തം നിന്നെ ശത്രുക്കളാക്കി മാറ്റിയത്. അത് നീ എന്ന് മാറ്റുന്ന ജാസ്മിൻ അന്ന് നീ നന്നാവുന്നുള്ളതാണ്. ഇപ്പൊ ഗബ്രിന്റെ വിഷയത്തിൽ ഫാമിലി വീക്കിൽ വന്ന് നിന്നെ ഉപദേശിച്ച സ്വന്തം വീട്ടുകാരെ വരെ നീ ഇപ്പൊ ശത്രുസ്ഥാനത്താണ് കാണുന്നത്. അതാണ് നിന്റെ പ്രശ്നം. എന്തായാലും ബാക്കി നോക്കാം. ഈ വയൽക്കാരോടെ വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കുത്തുവാക്കൽ മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ. എന്തിനാണ് ഇത്രയിട്ട് കുത്തുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇഷ്ടം പോലെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇതാണ് സൈറ്റുകളകത്ത് ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട്, ഇത്രയും വാങ്ങിച്ചു കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു സംസാരമാണ്, ഒരു വിക്ടിം കാർഡ് ഇറക്കലാണ്. എല്ലാവരും എന്നെ കുത്തുവാക്കുകൾ പറയുന്നത്, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എല്ലാവരും എന്നെ എന്തിനാ ഒറ്റപ്പെടുത്തുന്നത് എന്നുള്ളത്. ഇതിപ്പോഴും തീർന്നില്ല എന്നുള്ളതാണ്. രശ്മിൻ ഔട്ടായതിനു ശേഷം ഇത്രയും കാലം ജാസ്മിൻ ആരും കേൾക്കാൻ തയ്യാറായില്ലായിരുന്നല്ലോ. അപ്പൊ ആരോടൊന്നും പറയാനില്ലായിരുന്നു. അപ്പൊ അത് യമുന ഒന്ന് കേൾക്കാൻ തയ്യാറായപ്പോ ഭയങ്കര സെന്റഡും വിക്ടിം കാർഡ് ഇറക്കലും നന്നായിട്ടുണ്ട്. ബാക്കി പറഞ്ഞാട്ടെ. ആ ചെറുക്കൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന് സത്യം എനിക്ക് അവനെ പേടിയാ. എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലും തിന്നുന്നുള്ള പേടിയല്ല, അവന്റെ വായിന്ന് വരുന്ന വാക്കുകൾ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ അത്രയും മുറിവേൽപ്പിക്കുന്ന അങ്ങനത്തെ വാക്കുകൾ. നമ്മുടെ സിബിനെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികം. പിന്നെ സിബിന്റെ കാര്യം കണക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴല്ല മനസ്സിലായത് ആള് ഭയങ്കര ഫ്രോഡാണെന്നുള്ളത്. അതവിടെ കിടക്കട്ടെ, അത് ബിഗ് ബോസിന് പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പിസോഡ് റിവ്യൂവിൽ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി കണ്ടോക്കാം. പറയുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇപ്പൊ എന്റെ വീട്ടുകാർ വന്ന് പറയുമ്പോഴാണെങ്കിലും അവരുടെ ഒന്നും മുഖത്ത് ഒരു തെളിച്ചവോ അല്ലെങ്കിൽ ഒരു നല്ല വാക്കുപോലും പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാരെ ഒരു ജാസ്മിൻ ഇപ്പൊ ശത്രുസ്ഥാനത്താണ് കാണുന്നത്. അവരത്രയും ഉപദേശിച്ചത് നിന്റെ നല്ലതിനാണെന്ന് പോലും ജാസ്മിൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുള്ള എല്ലാവരും ശത്രുക്കള്, ജാസ്മിൻ മാത്രം നല്ല ആള്. അതാണ് ഇപ്പൊ ജാസ്മിന്റെ ലൈൻ. എന്തോ പറയണമെന്ന് നോക്കണേ. ബാക്കി കണ്ടോക്കാം. ഇഷ്ടമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അവനോട് പ്രേമമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രേമത്തിൽ എത്താതെ നോക്കുക.
ഗബ്രീനെ കുറിച്ചാണ് പറയുന്നത്. പണ്ടത്തെ അതേ ലൈൻ തന്നെ. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. ആ സാധനം ഉണ്ടല്ലോ, അത് തന്നെ സംഭവം. വലിയ മാറ്റൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. മറ്റൊക്കെ മുടിഞ്ഞ പ്രണയമാണ്, അതിപ്പോഴും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ അതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ജാസ്മിൻ തന്നെ കേട്ടോ. ബാക്കി കണ്ടോക്കാം. അന്ന് അവൻ പോയതിനു ശേഷം ഞാൻ മനസ്സോർന്ന് ഒരു മനുഷ്യർക്ക് മിണ്ടിയിട്ടില്ല. എനിക്ക് പുറത്തുനിന്ന് എല്ലാവർക്കും അടി കിട്ടും കേട്ടോ. പുറത്തുനിന്ന് എല്ലാവർക്കും കുറ്റമായിരിക്കും, ജസ്മിനെ പരിഹാസമായിരിക്കും, പുച്ഛമായിരിക്കും. കരയില്ലേ ജാസ്മിനെ? തുടങ്ങി കരച്ചില്ല, അങ്ങോട്ട് കരഞ്ഞു മെഴുകലായിരിക്കും. എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ വിക്ടിം കാർഡ് എടുക്കുന്നത്? നിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ആ തെറ്റുകളൊക്കെ വരുമ്പോഴും ആ തെറ്റുകൾ മുഴുവൻ നീ പഴി ചാരുന്നത് മറ്റുള്ളവരെയാണ്. എന്നിട്ട് അതിന് മറ്റുള്ളവർ നിന്നെ നന്നാക്കാൻ നോക്കുമ്പോഴും അവരൊക്കെ നീ ശത്രുസ്ഥാനത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ കിടന്ന് ഇങ്ങനെ മോങ്ങ. എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്? മടുത്ത് വയ്യ, കണ്ട് മടുത്ത്. അതുകൊണ്ടാണ്. ഇനി ഒരു 5 ദിവസം കൂടി കണ്ടാൽ മതിയല്ലോ. കുറച്ച് കാര്യത്തേക്ക് ഇതില്ലേന്. ഇപ്പൊ യമുനും ജാൻമണിയും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും തുടങ്ങിയെന്നുള്ളതാണ്. എന്തായാലും അത് അവിടെ തീരുന്നു. പിന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കാണ്. ആര് തമ്മിൽ? ജാൻമണിയും ഋഷിയും തമ്മിൽ. സംഭവം ജാൻമണി ഋഷിക്ക് ബോട്ടിൽ വെള്ളം കൊണ്ടേ കൊടുത്ത്. സാധാരണ ഋഷി ബോട്ടിൽ വെള്ളം കുടിക്കാറില്ല, ഗ്ലാസ്സിലാണ് കുടിക്കാറ്. അപ്പൊ ഋഷി പറഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുടിച്ചോളാം എന്നുള്ളത്. അത് ജാൻമണിക്ക് തീരെ പറ്റിയില്ല എന്നുള്ളതാണ്. ജാൻമണിന്റെ മനസ്സിൽ ജാൻമണിയാണല്ലോ മഹാറാണി. പുള്ളിക്കാരനെ ധിക്കരിച്ച് എന്നുള്ള ലെവലിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം ഋഷിനോട് വരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഋഷിയും അഭിഷേകം കൂടി വാതിൽ തുറന്നിട്ട് ഗാർഡൻ ഏരിയന്റെ മുന്നിൽ ബീൻ ബാഗിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഉള്ളിൽ AC ഉണ്ട് അല്ലേ? ഈ AC-ന്റെ കാറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് ഭയങ്കര പ്രശ്നമാണ്. എയർ സർക്കുലേഷൻ അത് ബാധിക്കും. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് യമുന ഋഷിക്കും അഭിഷേകിനും വാണിംഗ് നൽകി. ഒന്നെങ്കിലും വാതിൽ അടിച്ചിട്ട് അകത്തിരിക്കുക, അതല്ലെങ്കിൽ പുറത്തിരിക്കുക എന്നുള്ള രീതിയിൽ. രണ്ടുമല്ലാത്ത കോലത്തിലിരിക്കല്ലേ, AC-ക്ക് ചാർജ് കൂട്ടുന്നുള്ള രീതി. അപ്പൊ അന്നേരം ഋഷിയും അഭിഷേകും അതിനൊന്നും സൗകര്യമില്ല, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പൊ അന്നേരം യമുന എന്താക്കാണ്, നേരെ ജാൻമണിന്റെ അടുത്ത് പോയി പറയാണ്, ജാൻമണി ഇനി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ. അപ്പൊ അന്നേരം ജാൻമണി ഒരു പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അന്നേരം ഋഷിന്റെ റെസ്പോൺസ് നമുക്ക് കണ്ടോക്കാം. ഗെയിം കളിക്കാം. ജാൻമണി കണ്ണു കെട്ടി വിടാം. ജാൻമണി കണ്ണു കെട്ടി വിടട്ടെ. ജാൻമണി പണിങ്ങി. ജാൻമണിയുടെ ഫ്രസ്ട്രേഷൻ മൊത്തം പുറത്തു തുടങ്ങി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ജാൻമണി ഷോ ആണ് മക്കളെ. നന്നായിട്ട് വെറുപ്പിച്ച് കഴിയുമ്പോൾ തെന്നു തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. എനിക്ക് സത്യം പറഞ്ഞു വന്നിട്ട് തെറ്റായി പോയി. എന്താ എന്ത് പറഞ്ഞു? ഋഷി എന്ത് പറഞ്ഞു? ഋഷി നീ പറഞ്ഞ ഫീൽ ചെയ്യും ജാനോട്. തുടങ്ങി. പണ്ടത്തെ മറ്റേ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. ആ ലൈനാണ് ഇപ്പൊ ജാൻമണിക്ക്. വല്ലാത്തൊരു മനുഷ്യ സ്ത്രീ കേട്ടോ. പറയുമ്പോ മത്സരാർത്ഥി ആയിട്ടില്ല ഇപ്പൊ വന്നത്, ഗസ്റ്റ് ആയിട്ടാണ്. ആ രീതിയിൽ നിൽക്കാന്നല്ലാണ്ട് അവിടെ വന്നു കഴിഞ്ഞിട്ട് ഷോ വർക്കാണ്. വെറുത്ത് പോയിക്കണ്. പുള്ളിക്കാരൻ്റെ എന്തായാലും ഷോ ഓഫ് ഉണ്ടപ്പോ ഉണ്ടല്ലോ, ഫോൺ എടുത്ത് തല്ലി പൊട്ടിക്കാൻ തോന്നിക്കുന്നു. പിന്നെ എപ്പോഴും പറയണ പോലെ എന്റെ ഫോൺ ആയതുകൊണ്ട് മാത്രമേ ഞാനത് ചെയ്തില്ലെന്ന് മാത്രം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ജാൻമണിനെ ആശ്വസിപ്പിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ആന്ന് കണ്ടോക്കാം. കുഴപ്പമില്ല, നമ്മള് അതെന്നാണ് ചെയ്യുന്നുണ്ടോ അതാ നമുക്ക് എപ്പം മനസ്സിലാവില്ല. വീട്ടിൽ പോയിട്ട് മനസ്സിലാവും. അതെ, വീട്ടിൽ പോയിട്ട് നല്ലോണം മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം വെറുപ്പിക്കില്ല എന്നുള്ളത്. ഇമാതിരി കുത്തിത്തിരിപ്പും ഈഗോ ഉള്ള ഒരു സ്ത്രീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മര്യാദയ്ക്ക് അവിടെ ഗസ്റ്റായി വന്ന് അതിൻ്റെതായ രീതിയിൽ നിന്ന് പോയാൽ പോരെ. വെറുതെ എന്തിനാണ് ഷോ ഇറക്കുന്നത്? അത് അങ്ങനെ ഒരു സ്ത്രീ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ആളൊരു റീ എൻട്രി ഉണ്ട്. നമുക്ക് എന്തായാലും അന്ന് കണ്ടോക്കാം. പറ്റിച്ച് കളഞ്ഞില്ലേ. യമുനെ കൊണ്ടത് പെട്ടിക്കുള്ളിലാണല്ലോ. അപ്പൊ എല്ലാരും കരുതി പെട്ടിക്കുള്ളിലായിരിക്കും അടുത്തുണ്ടെന്നുള്ളത്. പക്ഷെ പെട്ടി വെച്ച് അവിടെ പറ്റിച്ച് ബാക്കി കൂടെ കൊണ്ടെന്നുള്ളതാണ്. അന്നേരം നല്ലൊരു ടാക്ടിക്സ് ആയി. അപ്പൊ നമ്മുടെ പൂജ ചേച്ചി ഈസ് ബാക്ക് അല്ലേ. പുരോഹിതനായിട്ട് പുറത്തു പോയ മനുഷ്യത്തെയാണ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാം, പൂജ വന്ന് സോഫയിൽ ഇരുന്നപ്പോഴേക്കും തുടങ്ങി ജാൻമണിന്റെ പരാതി പറിച്ചത്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. ചെറിയ കാര്യത്തിന് ചുമ്മാ ഒരു കാര്യം 5 മണി പിടിച്ചിട്ട് ഇടിച്ചാനോ? 5 മണി പിടിച്ചിട്ട് ഇടിച്ചാനോ? Why he is comparing me with Ansiba? കമ്പയറിംഗ് she's different, I am different. മിണ്ടാതിരുന്നൂടെ? ഇപ്പൊ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരാണ്. വേറെ ഒന്നുമില്ല, വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ കണ്ടില്ല അൻസിബിന്റെ പേര് എടുത്തിട്ടപ്പോ എന്തിനാണ് എന്റെ പേരും വെച്ച് അൻസിബിനെ കമ്പയർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് അടുത്ത പോകില്. എന്തിനാണ് ഇങ്ങനെ തൊട്ടനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് റിയലി ഫ്രസ്ട്രേറ്റിംഗ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പൂജ എല്ലാവർക്കും ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യണ സമയത്ത് ജാൻമണിന്റെ ഒരു ലക്കമര ഷോഫ് ഉണ്ട് മക്കളെ. എടുത്ത് ഇങ്ങനെ ചോര തെളിച്ചു പോകും. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഇങ്ങോട്ട് വന്നേ വേണമെങ്കിൽ അങ്ങനെ നിൽക്കരുത്. നമ്മൾ ഇവിടെ വന്നിട്ട് നിൽക്കാൻ പാടില്ല. അത് കുഴപ്പമില്ല, വാ നമ്മളവിടെ ഇവിടെ നിന്നിട്ട് വരാം. നല്ല കുട്ടിയല്ലേ.
അവര് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ തിന്നാൻ നോക്കിന്ന് വല്ലാണ്ട് ഓവർ ആക്കണ് കിടന്നിട്ട്. മത്സരാർത്ഥി ഒന്നല്ലല്ലോ, ഗസ്റ്റ് അല്ലേ. ആ രീതിയിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഇത്രയും ആൾക്കാർ ഒരു കേക്ക് മുറിക്കാൻ നേരത്ത് മറ്റാളെ വക ഒരു പണക്കം ആരാന്നാ, മഹാറാണയാന്നാ വിചാരം. എന്നിട്ട് കുറെ നേരം എല്ലാവരും കാത്തിക്കുന്നുണ്ട് ജാൻമണിക്ക് വേണ്ടി. എന്തിനാവശ്യമുണ്ട് ഇതിന്റെ ഒക്കെ എന്നുള്ളതാണ്. വൃത്ത് പോയി ഉള്ളത് പറയാലോ. ഇവരോട് കുറച്ചെങ്കിലും റെസ്പെക്ട് ഉണ്ടായിരുന്നു, അതും കൂടി പോയി കിട്ടി എന്നുള്ളതാണ്. എന്തായാലും അതവിടെ തീരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, ജാസ്മിൻ ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ജിൻഡോട് ജാസ്മിന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. എനിക്ക് ദേഷ്യമില്ല അക്കാ, എന്റെ ഉമ്മ സത്യം എനിക്ക് ദേഷ്യമില്ല. നിങ്ങൾ കാണിക്കുന്ന ചില പ്രവൃത്തി എനിക്ക് ഇഷ്ടമല്ലെന്നുള്ളൂ, അതല്ലാതെ എനിക്ക് നിങ്ങളെ ഭയങ്കര കാര്യമാണ്. ഞാൻ ഇവിടെ നിങ്ങൾ തന്നെ ജിൻഡോ ജാസ്മിന്റെ അടുത്ത് പോയി നല്ല കുട്ടിയാവുന്നുണ്ട്. കോമഡിയാണ് മക്കളെ. 2-3 മിനിറ്റോളം ജാസ്മിന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള തത്രപ്പാടിലായിരുന്നു ജിൻഡോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ജാസ്മിനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല ജാസ്മിനെ പറഞ്ഞു, ഞാൻ നല്ല ആളാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ് ഭയങ്കര ന്യായീകരിക്കരുത്. ഇനിയിപ്പോ സീസണൊക്കെ കഴിയാനായല്ലോ, ജാസ്മിനെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി കഴിഞ്ഞാണെങ്കിൽ ജാസ്മിനെ ഫാൻസിന് കയ്യിലെടുക്കാമല്ലോ. ഞാൻ അതിനുള്ള തന്ത്രമാണോ അറിയില്ല കേട്ടോ. എന്തായാലും നല്ല വെള്ളപൂശൽ തന്നെ ജിൻഡപ്പന്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത റീ എൻട്രി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഓക്കെ, മിക്കി മൗസിന് വേഷം കെട്ടിയുള്ള റീ എൻട്രി നമ്മുടെ ശ്രീരേഖ ചേച്ചി. അതെന്തായാലും നല്ലൊരു രസമുള്ള റീ എൻട്രി ആയിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീരേഖ ചേച്ചിയും തിരിച്ചു കയറി എന്നുള്ളതാണ്. ശ്രീരേഖ ഒന്നേൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോഴും അവിടെ നിരാശയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യത്തിണ്ട്. ആരാണ് ജാസ്മിന്. ഇപ്പോഴും ജാസ്മിന് ഗബ്രിന്റെ വരവ് നോക്കിയിരിക്കുകയാണ്. എന്താ പറയാ ഞാനിതിനൊക്കെ. ഇനി ഇതെല്ലാം കഴിഞ്ഞൊരു സ്പോൺസർ ടാസ്ക് ഉണ്ട്. എന്താണത്? നമ്മുടെ KP നമ്പൂതിരിസിന്റെ സ്പോൺസർ ടാസ്ക്. നല്ല പല ആരുടേതാണെന്നുള്ളത് പറയണം. നമുക്കതാലാന്ന് കണ്ടോക്കാം. ഇതിനകത്ത് കാണാൻ ഇച്ചിരി രസമുള്ള പല്ല് ശ്രീതുവിന്റെ. നീറ്റ് ആൻഡ് ക്ലീൻ ഷേപ്പില് ഇരിക്കുന്ന ഒബിയസ്ലി ശ്രീതുവിന്റെ നല്ല ഷേപ്പ് അലൈൻമെന്റ്. എല്ലാവർക്കും ശ്രീധുവിനെ തന്നെ പറയാനുള്ളൂ. കഴിഞ്ഞ മാസം ജാസ്മിൻ ആയിരുന്നു, ഈ മാസം ശ്രീധു എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിയുന്നു. പിന്നുള്ളത് മോനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. അത് വേറെ ലെവലായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. നമുക്ക് ഓരോരുത്തരുടെ പെർഫോമൻസ് വൈസ് ഒന്ന് കണ്ടോക്കാം. Hi, I'm Albert Einstein and E is equal to MC square. Thank you. Yes. മറ്റൊക്കെ വേറെ ഒന്നും പറയാൻ കിട്ടണില്ല. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കോലം. ഈ വേഷം എന്തുകൊണ്ട് ഋഷിക്ക് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ ചുരുളമുള്ള മനുഷ്യനാണല്ലോ. ഋഷിക്ക് ഒത്ത വേഷം എന്നുള്ളതാണ്. നോക്കി തിരഞ്ഞെടുത്ത പോലുണ്ട്. ഇനി ഇത് കഴിഞ്ഞ അർജുന്റെ പെർഫോമൻസ് ഉള്ള മക്കളെ ചിരിച്ചൊരു വൈക്കായി പോയി. ജോക്കർ അവതരിപ്പിച്ചതാണ്. അത് അങ്ങനെ തന്നെ ആയി എന്നുള്ളതാണ്. കണ്ടോക്കാം. ഇങ്ങനെ ചിരിപ്പിക്കലടി ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. മറ്റാൾ സീരിയസ് ആയിട്ട് ഇവിടുന്ന് പെർഫോം ചെയ്യാണ്. ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടി ചിരിക്കുന്നു. എന്തായാലും വേഷം കൊള്ളാം. പകുതി വരെ ഓക്കെ ആയിരുന്നു. പകുതി വരെ അർജുൻ നല്ലോണം പെർഫോം ചെയ്തത്. പകുതിക്ക് എച്ചിടി മറ്റേ ഇങ്ങനെ ഈ സാധനം ആക്കുന്നതോട് കൂടി മറ്റാളെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. പിന്നെ മൊത്തം അവിടെ ചിരിയിലെ ബഹളമായിരുന്നു. അതോടുകൂടി മറ്റാളെ കുറച്ചങ്ങോട്ട് പെർഫോം ചെയ്ത് നിർത്തി പോകുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ജാസ്മിന്റെ പെർഫോമൻസ് അത് എടുത്ത് പറയേണ്ടതാണ്. വേറെ ലെവലായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഓക്കെ, അടിപൊളി, ഒന്നും പറയല്ല. മറ്റേ രവി വർമ്മ ചിത്രം അതാണെന്ന് തോന്നുന്നു. അതന്നെ സംഭവം. കറക്റ്റ് പെർഫെക്ഷൻ ആയി ചെയ്തെന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ അഭിഷേകാണ് മക്കളെ. ഔഫ്, ചിരിച്ചൊരു വൈക്കായി പോയി. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുവെക്കാം. അത് ശരി, വോൾവറിനായിരുന്നില്ലേ? ഞാൻ വിചാരിച്ച് ജയനായിരിക്കും എന്നുള്ളത്. ആ കോലൊക്കെ കണ്ടപ്പോഴേ കറക്റ്റ് ഞാൻ ജയന അവതരിപ്പിക്കാൻ പോവാന്നാ വിചാരിച്ചേ. പറഞ്ഞ നന്നായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചേന്. അർജുൻ അഭിഷേകും വേറെ ലെവല് പെർഫോമൻസ് എന്ന് പറയാതെ വയ്യ. ഇത് കഴിഞ്ഞ് ശ്രീധുവിന്റെ പെർഫോമൻസ് ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുവെക്കാം. ആരാന്ന് പറയണം. അതും പൊളിച്ചു. കോലും പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മക്കളെ ഒരു 1.5 പെർഫോമൻസ് ഉണ്ട്. ആര്? നമ്മുടെ ജിൻഡപ്പന്റെ. ഓഹ്, കണ്ണ് നിറഞ്ഞു പോയി. നമുക്ക് എന്തായാലും അത് കണ്ടുവെക്കാം. ബിഗ് ബോസ് ഗ്രാനൈറ്റ് ജനകോടികളുടെ വിശ്വസ്ത പ്രോഗ്രാം.
ഗ്രാനൈറ്റോ? മറ്റേ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അറ്റ്ലസ് ജ്വല്ലറി അല്ലേ? ഇതിങ്ങനെ ഗ്രാനൈറ്റിന്റെ പരിസരത്തിൽ ഈ ഡയലോഗ് വന്ന് എന്തൊക്കെയായാലും കോമഡി ആയി കേട്ടോ. ഫാൻസി ഡ്രസ്സ് മറ്റുള്ള ബോഡി ഷോ ആക്കി മാറ്റി. അപ്പൊ ഇവരെ തരം കിട്ടിയ ബോഡി ഷോ കാണിക്കലാണല്ലോ, അത് വേറെ കാര്യം. എന്തായാലും പൊളിച്ചടിക്കുന്നു പറഞ്ഞാൽ മതിയല്ലോ, ചിരിച്ചൊരു വൈക്കായി പോയി. എന്തായാലും ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടുന്ന ജാസ്മിനാണ്. കാരണം ജാസ്മിൻ തന്നെയാണ് ഇത് പെർഫെക്ഷനോട് ചെയ്തത്. സെക്കൻഡ് കിട്ടുന്നത് ശ്രീധുവിന്, തേർഡ് കിട്ടിയത് ഋഷിക്ക്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഇവരുടെ റീസെന്റ് ടാസ്ക് വീഡിയോസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ജാസ്മിൻ എന്തോ കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടുനോക്കി. മറ്റാളെ സ്ക്രീനിന്റെ ബാക്കിൽ പോയൊക്കെയാണ്. എന്തിനാണെന്ന് മനസ്സിലായോ? ഗബ്രി വന്നിക്കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. എന്തോന്നടേ ഇത്. എന്നാലും ഇവർ ഇതുവരെ ചെയ്ത ടാസ്കിന്റെ വീഡിയോസ് ഒക്കെ ബിഗ് ബോസ് ഇട്ട് കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് പൂജ ജാസ്മിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഈ പുറത്തിറങ്ങി ആദ്യം കൺസേൺ ആവുന്ന കാര്യം എന്തായിരിക്കും, അല്ലെങ്കിൽ അന്വേഷിക്കുന്ന കാര്യം എന്തായിരിക്കും, ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ചെയ്യുന്ന ഗബ്രി വിളിക്കായിരിക്കും. ഇപ്പം വരുമല്ലോ. പുറത്തിറങ്ങി ഗബ്രിനെ വിളിക്കണ ആവശ്യമില്ലല്ലോ, ഇവിടെ ഉണ്ടാവില്ലേ? അതെ, എന്നാലും ഗബ്രിനെ കുറിച്ച് തന്നെയാണ് ചിന്ത. സ്വന്തം വീട്ടുകാരെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒരു ചിന്തയില്ല. ഗബ്രി 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 ഭയങ്കര ഒബ്സഷൻ കേട്ടോ. സമ്മതിച്ചെന്ന് ബാക്കി കണ്ടോക്കാം. വീട്ടുകാരെ വിളിക്കും, കാര്യങ്ങൾ ചോദിക്കും, എന്തായതാ ഇങ്ങോട്ട് പറയുന്ന മൊത്തം കേൾക്കും, അങ്ങോട്ട് വിശദീകരിക്കാൻ നിൽക്കത്തില്ല. അതൊക്കെ ഇരുന്ന് സംസാരിക്കും. പിന്നെ അഫ്സലൊക്കെ വിളിക്കും, എന്തായതാ ചോദിക്കും. അതെ, ഇരുന്ന് സംസാരിച്ചാൽ മതി. ജാസ്മിനെ വീട്ടുകാരെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു പിടിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു പാരന്റ്സിനെ കിട്ടാനും വേണം യോഗം. പിന്നെ അവസാനം എന്താ പറഞ്ഞല്ലോ, ഞാൻ അഫ്സലാക്കാനെ വിളിക്കുന്നുള്ളത്. എന്തായാലും വിളിക്കണം കേട്ടോ. വിളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിലാണ് എനിക്ക് ചിരി വന്നു പോയത്. കണ്ടോക്കാം. ടോപ്പ് 5 വരുവാണെങ്കിൽ അതിന്റെ സന്തോഷത്തിലായിരിക്കും. അതെ, അഫ്സല് ടോപ്പ് 5 വരാണെങ്കിൽ അതിന്റെ സന്തോഷത്തിലായിരിക്കും ഒക്കെ. വേഗം ചെല്ല്. മൂപ്പര് സന്തോഷത്തോടെ ഇപ്പോൾ തുള്ളിച്ചാടി നടക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇറങ്ങിയിട്ട് വേഗം മൂപ്പര് തൊള്ളിലേക്ക് ചാടിക്കൊടു. ഞാൻ ആലോചിക്കണം അതല്ല, ജാസ്മിനോട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണ ആർക്കാണ്? വീട്ടുകാരെക്കാളും നമ്മളെ കെട്ടാൻ പോണ അഫ്സലിനെക്കാളും പ്രയോറിറ്റി കൊടുക്കണം അപ്പോഴും ആർക്കാണ്? ഗബ്രിക്കാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഗബ്രിനെ വിളിക്കുന്നതാണല്ലോ പറഞ്ഞത്. പിന്നെ പൂജ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ വീട്ടുകാരെ കുറിച്ചും അഫ്സലിനെ കുറിച്ചും പറഞ്ഞത്. ഞാൻ ആലോചിക്കണം അഫ്സലിനെ കുറിച്ചാണ്. ഇത്രയും ഗതികെട്ട് ഒരുത്തന്നെ ഈ ഭൂലോകത്ത് ഉണ്ടാവും പഠിച്ചോനെ. ആരാലും ഇത്രയും കാലം വിട്ടു വെക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ കൊടുക്കുക കെട്ടാൻ പോണ ആൾക്കാരിക്കൂലേ, അല്ലെങ്കിൽ വീട്ടുകാർക്കായിരിക്കൂലേ. ഇതൊന്നുമില്ല. അപ്പോഴും ഗബ്രി മതി. ഒന്നും പറയാനില്ല. ആ പയ്യനൊരു അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം വരും. എന്തായാലും ഒഴിവാക്കിയല്ലോ, നല്ല കാര്യം. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് അറിയാതൊരു കാര്യം ജാസ്മിന്റെ വായിന്ന് വന്നു പോകുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. നിങ്ങൾക്ക് പേടിയുണ്ടോ പുറത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള എന്തെങ്കിലും കൺസേൺ? ഒബ്വിയസ്ലി ഉണ്ട്. കാരണം ഇവിടെ പന്തവും തീപ്പന്തവുമായിട്ട് പുറത്ത് ആളുണ്ടെന്നുള്ള ഒരു സാധനമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോഴും എനിക്ക് അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണ്ടില്ലേ? സന്തോഷം, നല്ല കാര്യം. അപ്പൊ വേണ്ട ഇൻഫർമേഷൻ ഒക്കെ യഥാസമയം കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിന്. ഇത്രയും ഫേവറേഷൻ കിട്ടിയൊരു കണ്ടസ്റ്റൻസിന് ഞാൻ വേറെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. ഇനി ജാസ്മിന് കപ്പും കൂടി കിട്ടിയ ഭലേ ഭേഷ്, ഒന്നും പറയാനില്ല. എന്തായാലും അതവിടെ തീരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നറിന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അർജുനും ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട് സിജോനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അന്നേരം ജാൻമണി ഒരു തമാശ അറിയുന്നുണ്ട്. അത് അർജുന് തീരെ പറ്റിയില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. കോമഡി അതെ, ഭയങ്കര കോമഡിയാണ്. ജാൻമണിന്റെ കോമഡി അർജുന് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തിരിക്കുമ്പോൾ എന്ത് ഉണ്ടല്ലോ, അർജുനും ജാൻമണിയും തമ്മിൽ പണ്ട് അറിയുന്ന ആൾക്കാരെന്നുള്ളത്. ഇപ്പൊ അതാണ് ജാസ്മിന്റെ PR ടീംസ് ആണെങ്കിലും ജിൻഡോന്റെ PR ടീംസ് ആണെങ്കിലും അർജുനെതിരെ അവർ പ്രയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത്. അവർ തമ്മിൽ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട്സും ഒന്നുമില്ല. മുമ്പേ അറിയാം, അത്രേ ഉള്ളൂ. അത് കൃത്യമായി രഞ്ജിനി ഹരിദാസിന്റെ ഇന്റർവ്യൂവിൽ ജാൻമണി എടുത്ത് പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാക്കും. വെറുതെ ആ പയ്യനെ ജീവിതം കൊഞ്ഞാട്ടാക്കിയല്ലേ പഠിച്ചോന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുന് നല്ല വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 5ാം സ്ഥാനത്തുള്ള അർജുൻ ഇപ്പൊ 3ാം സ്ഥാനത്താണ്. ജാസ്മിനും അർജുനും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ വോട്ടില്. മിക്കവാറും ഇങ്ങനെ പോകണമെങ്കിൽ അർജുൻ ജാസ്മിനെ മറികടക്കാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോണ്ട് ഓരോന്ന് അടിച്ചെടുക്കാണ്. ആണല്ലോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. അധികം ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ മൊത്തത്തിലൊരു ട്രാജഡി എപ്പിസോഡായിരുന്നു ഇന്നലെ എന്ന് തന്നെ വേണം പറയാൻ. ഒരു സൈഡിൽ എല്ലാവരെക്കാളും വേണ്ടി ഗബ്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജാസ്മിൻ, മറ്റേ ഭാഗത്തോ റീഎൻട്രി ആയിട്ട് വന്ന ജാൻമണി എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി നടക്കുക. ഇതന്നെ പരിപാടി. മൊത്തത്തിലൊരു ഡ്രാമ ആയിരുന്നു ഇന്നലെ. അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. ഇത്രയൊക്കെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം. ബൈ.